നമ്മുടെ കുത്തുബയിൽ ഇന്ന് ഈമാൻകാര്യങ്ങളിൽ 6ാമത്തെ വിഷയമാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖദർ കൊണ്ടുള്ള വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കറിയാം ആത്മഹത്യകൾ, അതുപോലെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചെറുപ്പക്കാരും യുവതികളും മക്കളടക്കം സാക്ഷികളാകുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ കാരണം അള്ളാഹുവിന്റെ ഖദറിലും അള്ളാഹുവിന്റെ ഖദറിലും നമുക്ക് വിശ്വാസം ഇല്ല എന്നതാണ്. ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ചെറിയൊരു രോഗം വരുമ്പോൾ, ചെറിയൊരു സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് ജീവിതം തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമുദായം, ഒരു സമൂഹം ഉള്ള ഒരു കാലത്താണ് നമ്മുടെ ജീവിതം ഇന്ന് കടന്നു പോകുന്നത്. ഇടക്കായി നമ്മുടെ ഈ ഒരു പുതിയ ഒരു മുഹറം മാസം തുടങ്ങിയതിൽ മുതൽക്ക് അതിന് ശേഷം എത്ര ആളുകളാണ്, എത്ര ചെറുപ്പക്കാരാണ് ആത്മഹത്യയുടെ ആ വഴിയിലേക്ക് നീങ്ങിപ്പോയി. എത്ര യുവതികളുണ്ട്. മദ്രസയിൽ പഠിക്കാത്തത് കൊണ്ടൊന്നുമല്ല, മദ്രസയിൽ നല്ലോണം ഓടി പഠിച്ചവരാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ സുബൈസ്കാരത്തിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. അതിലൊക്കെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉപ്പമാര്, നമ്മുടെ ഉപ്പാപ്പമാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരുന്നു, അവർ നിസ്കരിച്ചിരുന്നു. അതുകൊണ്ട് നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, നാം നിസ്കരിക്കുന്നു എന്നല്ലാതെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് നിസ്കാരം, എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം എന്ന് നമുക്കറിയില്ല. അല്ലെ, നമ്മുടെ നാം ഓട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാറോ, നമ്മുടെ ഓട്ടോറിക്ഷോ അല്ലെങ്കിൽ നമ്മുടെ ബസ് കേടായാലും ഇപ്പോ പണ്ടൊക്കെയും ഈ കയറ് കെട്ടിയിട്ടാണ് അതിനെ കൊണ്ടുപോയത്. കയർ കെട്ടിക്കൊണ്ടുപോയാൽ അതിലൊരു ഡ്രൈവർ ആവശ്യമാണ്, അല്ലെ, തിരിക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ പുതിയ പൊക്കിക്കൊണ്ടോ അതോ അല്ലെ, അതിന് ഡ്രൈവറിന്റെ ആവശ്യമില്ല, അതിന് ഡ്രൈവറിന്റെ ആവശ്യമില്ല. അതുപോലെ നമ്മുടെ അവസ്ഥ അത് ഇങ്ങനെ പൊക്കി പോകുമ്പോ നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. എപ്പോഴും കയർ കെട്ടാവെന്ന് പറയാൻ പറ്റില്ല. ഈമാനില്ല. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഉപ്പമാരും പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പോ മുസ്ലിമായി, അല്ലെ, വേറെന്താ മാറ്റേണ്ടത്? നമ്മുടെ ഉപ്പമാരും മറ്റു വരുന്നവരാണെങ്കിൽ നമ്മളിപ്പോ അതേ മതത്തിൽ അങ്ങനെ പോകുമായിരുന്നു. അൽഹംദുലില്ലാ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതുകൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അവർ നിസ്കരിച്ചതുകൊണ്ട് നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ. അതുകൊണ്ടാണ് ഇന്ന് ലിബറലിസം, അല്ലെ, ആളുകളൊക്കെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ചെറുപ്പക്കാരും യുവതികളൊക്കെയും മതമില്ല എന്നൊരു ചിന്തയിലേക്ക് കടന്നു പോവുകയാണ്. നിരീശ്വരവാദം, ലിബറലിസം. എന്റെ തന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കണം എന്നേ ഉള്ളൂ. തന്റെ ഇഷ്ടം, ഇസ്ലാം, ഈമാൻ, റസൂലുള്ളാഹ്, ഖുർആൻ ഇതിൽ പറഞ്ഞതുപോലെ ജീവിക്കാൻ നമുക്ക് വലിയ പ്രയാസം. നമ്മൾ ഏത് പരിപാടി എടുത്ത് നോക്കിയാലേ നമ്മുടെ കബീർ വാസ്തവി വലിയ ഭാഷകാരാണ്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വാദപരിപാടിക്കൊക്കെയും വരുന്ന വലിയ പ്രഭാഷകൻ. അദ്ദേഹം ഒരുപാട് കാലം സേവനം ചെയ്ത പള്ളിയിൽ നിന്ന് മുന്നാണ് രാജിവെച്ചു. എന്താ കാരണം അറിയോ? അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ നമ്പർ പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ മകന് ഹിന്ദുക്കളുടെ ആചാരം പോലെ കല്യാണം കഴിച്ചു കൊടുത്തു. നിക്കാൻ വേണ്ടി അബിന്ദു അംഗത്വം കാര്യട്ടലാണ്. മറ്റേ കാര്യട്ടല വേണ്ടിയിട്ട് അമുസ്ലിമികളുടെ ആചാരം പോലെ അവരുടെ അമ്പലത്തിൽ പോയിട്ട് കല്യാണം ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധത്തോടെ ആ നാട്ടുകാരൻ, ആ കമ്മിറ്റി മെമ്പർക്കെതിരെ ഒരു നിലപാടും സ്വീകരിച്ചില്ല എന്ന വേദനയോടെ അവസ്ഥാനം രാജിവെച്ചു. എനിക്ക് വേണ്ട, കാരണം തുടർന്നാൽ അള്ളാന്റെ ചോദ്യം ഉണ്ടാവും. തുടർന്നാൽ അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ഉത്തരവാദി ഞാനായി പോകും. എനിക്ക് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു എന്ന് പറയാൻ പറ്റൂല. വിവരമില്ലാത്ത ആളൊന്നുമല്ല, വിവരമുള്ള ആളുകൾ. എന്റെ കാരണം ഇതാണ് നിരീശ്വരവാദം. എന്താവും എന്ന് ചിന്തിക്കുന്നവരാണ്. ഖുർആനിനെതിരായി ജീവിച്ചാൽ എന്ത് സംഭവിക്കും? റസൂലുള്ളാഹി പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ഞാനെന്ത് ചെയ്തു നോക്കട്ടെ എന്ന ചിന്തയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലാണ് അള്ളാഹിന്റെ ഖദറിലും ഖദറിലും വിശ്വാസം വരുന്നത്. ആ വിശ്വാസം നമുക്കില്ല. ആ വിശ്വാസത്തിലെ ചെറിയൊരു വില വരുമ്പോഴാണ് മനുഷ്യൻ തീരുമാനിക്കുക എനിക്ക് ജീവിതം മതി. ചെറിയൊരു കടത്തിൽ വിടുമ്പോ പിന്നെ കയർ ചിന്തിക്കാൻ, കയർ കെട്ടാനുള്ള സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ വിഷം കുടിക്കാനുള്ള അവസരമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ കുട്ടികൾ പറഞ്ഞു. നമ്മുടെ ആ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മുടെ കൽവിൽ അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ ഖദർ, അതിലുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് രക്ഷപ്പെടാം. ആദ്യമായി പറഞ്ഞു, ഓ ജനങ്ങളെ, ഞങ്ങളെ പടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട അല്ല കണക്കാക്കിയിട്ടുള്ളതാണ്. എന്ത് നിനക്ക് ഹൈർ, എന്ത് നിനക്ക് ഷർറ് അല്ല കണക്കാക്കിയിട്ടുണ്ട്. എപ്പോ? ഞങ്ങളെ പടക്കുന്നതിന് മുമ്പ്. പിന്നെ പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ അല്ലാഹു തആല പഠിച്ചത്. നമ്മൾ അല്ലാഹു തആല പഠിച്ചതിന് ശേഷമാണ്. അപ്പോ നാം എന്തിനാ ടെൻഷൻ ആകേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്ത് കടന്നു വരുന്നുണ്ടെങ്കിലും അതൊക്കെയും അല്ലാഹുവിന്റെ ഖദറിന്റെ. ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു,
അതിന്റെ പേര് ഞങ്ങൾ നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര ആളുകളാണ് പറയുന്നത്? അല്ലെ, എന്തിനാ അല്ല ഇത്ര കരുണയില്ലാത്ത ആളായി പോയോ? എന്തേ എത്ര മരിച്ചു? മക്കൾ ചെറിയ മക്കളാണ്. ഞങ്ങളെക്കാണ്ട് വലിയ റഹ്മത്തുള്ളവനാണ് അല്ലാഹ്. ഞങ്ങൾ ആ മരിച്ച വീട്ടില് പോയിട്ട് അവിടെയുള്ള സംസാരിക്കും. ആരെ കുറ്റം പറയാ? അള്ളാഹിനെ കുറ്റം പറയാ. അല്ല, അന്ന് ഇങ്ങനെ ചെയ്ത്, അന്ന് ഇങ്ങനെ ചെയ്ത്. ചെറിയ മക്കൾ പറയുന്ന അർത്ഥമുണ്ട്. എല്ലാവരും എന്റെ കൂട്ടുകാരൻ മരിച്ചു, 4 മക്കളാ, ചെറിയ മക്കൾ. ഞാൻ ആകെ ബേജാറായി. അപ്പോ ഇന്നലെ സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹം 15 കൊല്ലക്കാലം സദർസ്ഥാനായി സേവനം ചെയ്ത ആ ഫംഗ്ഷനിൽ വെച്ച് അദ്ദേഹത്തിന്റെ ചെറിയ 4 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞ ഒരു വാക്കവിടെ പറഞ്ഞപ്പോ, അത് പറഞ്ഞപ്പോ ആളുകൾ മുഴുവൻ കരഞ്ഞുപോയതാണ്. എന്താ ആ കുട്ടി പറഞ്ഞറിയോ? 4 വയസ്സുള്ള കുട്ടി പറഞ്ഞറിയോ? ലോകത്ത് ഇത്തരെല്ലാം ഉസ്താദന്മാരില്ലേ, ഇത്തരെല്ലാം ഉസ്താദന്മാരില്ലേ, ഈ ഉസ്താദന്മാരുടെ ഇടയിൽ എന്റെ ഉപ്പനെ മാത്രം അന്ന് കൊണ്ടുപോയത്. ഇത് ആ കുട്ടി പഠനമില്ലാത്ത കുട്ടിയാണ്, 4 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ മനസ്സിൽ വേറെയാണ്. പക്ഷെ അതുപോലെയുള്ള വാചകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? എന്റെ അന്ന് വിവരമില്ലാത്തവനാണോ? അല്ലാഹു തആല റഹ്മത്ത് പറഞ്ഞവനാണോ? അല്ല, പഠിച്ചവന്റെ ധാരാളം റഹ്മത്തുണ്ട്. പഠിച്ചവന്റെ പോലെ റഹ്മത്ത് കാണിക്കാൻ ഇവിടെ ഒരു സ്ഥലത്തിനും കഴിയൂല. അങ്ങനെയുള്ള അല്ലാഹുവാണ് ചില ആളുകളെ പെട്ടെന്ന് കൊണ്ടുപോകാം. ചില ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് അത് ക്യാൻസർ കൊടുക്കും, ഡയാലിസ് ചെയ്യപ്പെടുന്ന അവസ്ഥ കൊടുക്കും. പഠിച്ചവന്റെ കരുണയില്ലാത്തതുകൊണ്ടല്ല, അല്ലാഹു വിവരമുള്ളവനാണ്. അതിന്റെ പിന്നിൽ നാം അറിയാത്ത എന്തെങ്കിലും ഹൈറുണ്ടാവുന്നതാണ് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുന്നുണ്ടോ അത് മുഴുവനും ഖൈറിന് വേണ്ടിയിട്ടാണ്. നാം അറിയാത്ത ഖൈറുകൾ ചിലപ്പോൾ ദുനിയാവിൽ അല്ലെങ്കിൽ അതിന്റെ പകരം ഖൈർ ആഖിറത്തിൽ കിട്ടുമെന്നതാണ്. അപ്പോ അള്ളാഹുവിന്റെ ഖദറിൽ ധാരാളമായി ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ബുദ്ധ പറഞ്ഞു, എല്ലാം അള്ളാഹിന്റെ ഖദർ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഉദ്ധരിക്കാൻ വേണ്ട. അല്ല നിങ്ങളോട് കൽപ്പിച്ച് നിങ്ങൾ ചെയ്യണം. ഞാൻ എന്തിന് പണ്ട് കഥ കണക്കാക്കിയിട്ട് ഞാൻ മുസ്ലിമാണോ, ഞാൻ കാഫിറാണോ, ഞാൻ എന്ത് ചെയ്യും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാതിരിക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെന്തോ ഖുദർ പറഞ്ഞു, അതിന്റെ സ്വന്തത്തിന് ഉണ്ടാകുന്നതല്ല. പിന്നെയോ ഒരു അടിമയുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ്. അല്ലെ, പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ്. ഒരു മനുഷ്യർക്ക് ദാഹിക്കുകയാണ് ഇസ്ലാം പറഞ്ഞു, നീ വെള്ളം കുടിച്ചോ, നീ ജ്യൂസ് കുടിച്ചോ, പാൽ കുടിച്ചോ, കള്ളു കുടിക്കരുത്. എന്നാ ഒരു മനുഷ്യൻ ഞാൻ കള്ളു കുടിക്കും എന്ന് തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? ആ തീരുമാനിച്ച് കുടിച്ച മനുഷ്യന്റെ ശരീരത്തിൽ പിന്നെ പ്രശ്നങ്ങൾ വരും. അത് ആരുടെ ദൂഷ്യമാണ്? അവന്റെ അടിമയുടെ സ്വഭാവ ദൂഷ്യമാണ്. എനിക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. ഏതുപോലെ പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നാം കത്തിക്കാരുടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീ കത്തിക്കും, അല്ലെ, കറി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീ കത്തിക്കും, നമ്മുടെ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി ഞങ്ങൾ തീ കത്തിക്കും. ആ തീയൊക്കെ എന്ത് തീയാണ്? അത് ഖൈറിന്റെ തീയാണ്. അത് കെടുത്താൻ നോക്കൂല, പിന്നെ കത്തിക്കലാണ്. പിന്നെ പോയി വില വെച്ചു കൊടുക്കും, നല്ല വത്തട്ടെ തീയാണ്. എന്നാൽ അതേ തീ തന്നെ ഷർണാവുന്ന അവസ്ഥയുണ്ട്. അല്ലെ, അത് കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും ചോറുണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്നായി ശരീരത്തിലുള്ള വസ്ത്രത്തിൽ തീ കാരിയാൽ എന്താവും? അതിന് കത്തിക്കോ മനുഷ്യൻ, പിന്നെ എനിക്ക് എടുത്താൻ നോക്കലാണ്. അപ്പൊ തീ എന്താ? തീ അതിന്റെ സ്വന്തത്തിന് കൈമാവൂല, ശരണമാവൂല. നമ്മൾ ഉപയോഗവും പറയാം. നമ്മൾ ചോറ് വയ്ക്കാനാണ് തീ കത്തിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് ആ തീ ഖൈറിന്റെ തീയാണ്. നമ്മുടെ ശരീരത്തിലുള്ള വസ്ത്രം കത്തിക്കാനാണ് നാം കത്തിക്കുന്നതെങ്കിൽ ആ തീ ശർറിന്റെ തീയാണ്. അപ്പൊ തീ അത് നന്മക്ക് ഉപയോഗിക്കണോ ശർറിന് ഉപയോഗിക്കണോ തീരുമാനിക്കേണ്ടത് മനുഷ്യനാണ്. അതുപോലെയാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളും. നിസ്കരിക്കണോ വേണ്ടേ? അള്ളാന്റെ കഥാകരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബുദ്ധിക്കാൻ പറ്റൂല. അതിന് ഭാഗ്യല്ല പറഞ്ഞത്. അള്ളാന്റെ അതിന്റെ പേരിൽ ആസ്വദഭാഗ്യം നിങ്ങൾ ചാരിയിരിക്കാൻ പാടില്ല. നിങ്ങൾ അമൽ ചെയ്യണം, നിങ്ങൾ കഷ്ടപ്പെടണം, നിങ്ങൾ അധ്വാനിക്കണം. രോഗം വന്ന് അന്ന് തന്നതല്ലേ ഉണ്ടായിരിക്കലല്ല, ചികിത്സിക്കണം. അത് പറഞ്ഞതാണ്, ചികിത്സിക്കണം. അത് സുഖപ്പെടാനുള്ള വഴികൾ നാം കണ്ടെത്തണം. ഇതാണ് മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ചാരണം കൊള്ളാനല്ല. പിന്നെയോ ഉത്തരവ് പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നതൊക്കെയും അള്ളാന്റെ കഥനായിരിക്കും. രോഗം വരുമ്പോൾ നിങ്ങൾ ചികിത്സിക്കുന്നു, അത് അള്ളാന്റെ തീരുമാനമാണ്. എനിക്ക് രോഗം വരണം, ചികിത്സിക്കണം, രോഗം ശിവയാകണം, അല്ലെങ്കിൽ രോഗം സുഖപ്പെടാതെ നീ മരിച്ചു പോകണം, കിടത്തത്തിലാകണം, അള്ളാന്റെ തീരുമാനം. അതൊക്കെയും നമ്മുടെ ഉള്ളിൽ ഈമാൻ ഉറച്ചാലാണ് നമ്മുടെ എല്ലാ ജീവിതവും നല്ല ആളത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ പറ്റുന്നത്. അതിന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണം പറഞ്ഞു. അത് മനസ്സിലാക്കാൻ വേണ്ടി എന്താ കഴിഞ്ഞ ഞാൻ പറഞ്ഞിരുന്നതാണ് എന്റെ ഓർമ്മ. അല്ലെ, എന്റെ മകൾക്ക് ഞാനൊരു പുതിയാപ്ല തീരുമാനിച്ചു. അതിന്റെ എല്ലാ കാര്യങ്ങളും റെഡിയായി ഡേറ്റ് വെച്ചു, എല്ലാം കറക്റ്റ് ആയിട്ട് നല്ല സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് പുതിയാപ്ലന്റെ വീട്ടുകാർ വിളിച്ചു പറയുന്നത്, നമുക്ക് പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ടില്ല.
കല്യാണം ക്യാൻസലാണ്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഓ, നമ്മളെന്തെല്ലാം കുറ്റം പറയും. പിന്നെ മരിക്കുന്നതുവരെ ആ കുടുംബത്തെ കണ്ടാൽ നമുക്ക് ചൊടിയാ, അവരോട് ഞങ്ങൾ വെറുപ്പാണ്. എന്റെ ഉറപ്പായിട്ട് പിന്നെ അവർ അവസാനം കൈത്തന്നു എന്നതാ ഞങ്ങൾ പറയുന്നത്. പക്ഷെ അത് ആ പറച്ചൽ വരുന്നത് എന്തുകൊണ്ടാ? നമുക്ക് അല്ലാതെ അതായത് വിശ്വാസമില്ലാത്തതുകൊണ്ടാ. എന്നാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ നിന്റെ മകൾക്ക് നീ നല്ലൊരു പുതിയാപ്പിള തേടി കല്യാണം കഴിച്ചു കൊടുത്തു. ആ ചെക്കന് അവന് നല്ലൊരു പെണ്ണ് തേടി കല്യാണം കഴിച്ചു. പിന്നെ കുറെ സമയം കഴിയുമ്പോഴാണ്, ഒരു കൊല്ലം കഴിയുമ്പോഴാണ് ഏതെങ്കിലും ഒരു അപകടത്തിൽ വിട്ട് നിങ്ങൾ ആദ്യം തീരുമാനിച്ച പുതിയാപ്പിള മരിച്ചു പോകുന്നത്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞെന്താ? എല്ലാവരും ഇന്നാലില്ല പറയുമോ? നീ പറയുന്നെന്താ? അൽഹംദുലില്ലാ അല്ലേ? ഞാൻ പറഞ്ഞ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ ഉദാഹരണം, എല്ലാവരും ഇന്നാലില്ലാന്ന് പറയുമ്പോ നീ പറയുന്നത് അൽഹംദുലില്ലാ. അന്ന് തീരുമാനിച്ചതുപോലെ എന്റെ മോളെ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്റെ മോൾ ഭർത്താവില്ലാത്ത മോളാകുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമുക്കറിയാത്ത പലതും അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹു ഖൈറും ശർറും അറിയുന്നവരാണ്. ഖൈർ അറിയുന്നവൻ, ശർറ് അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പടച്ചറപ്പിന്റെ എന്ത് വിധി വന്നാലും കല്യാണത്തിന്റെ 5 മിനിറ്റ് മുമ്പാണ് നമ്മുടെ കല്യാണം തുടങ്ങി പോകുന്നതെങ്കിൽ ഞങ്ങൾ പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. കാരണം നമുക്കറിയാത്ത പലതും അതിലുണ്ട് എന്നതാണ്. അല്ലെ? നല്ല ആഴത്തോടെ പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുപോയ എന്റെ ഭാര്യ അവസാന സമയത്ത് ഡോക്ടർ പറയാണ് ഓപ്പറേഷൻ ചെയ്യാതെ നിർവാഹമില്ല. അപ്പൊ നമ്മളെന്താ കുടിച്ചിക്കേണ്ടതല്ല? എന്താ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കള്ളാമെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയുമോ? അൽഹംദുലില്ലാ പറയേണ്ടതാണ്. നമുക്ക് വേദന വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും അള്ളാഹുവിന്റെ പേരിൽ ഞങ്ങൾ തവക്കുൽ ചെയ്യുന്നവരാണോ? എന്നാൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരൂല. ഉറപ്പാണ്. എന്തിനു ചെയ്യുന്നത്? ഈമാനിന്റെ വളവല്. എന്താ മരിച്ചാൽ ആത്മഹത്യ ചെയ്താൽ തീർന്നോ? ജീവിതം തുടങ്ങുന്നത് തന്നെ മരണത്തോടു കൂടിയാണ്. ജീവിതത്തിന്റെ തുടക്കം തന്നെ മരണത്തോടു കൂടിയാണ്. ആ തുടക്കം തന്നെ ഞങ്ങൾ തെറ്റായ വഴിയിലാണ് തുടക്കം കുറിച്ചതെങ്കിൽ പിന്നെ കാലകാലം തീരാത്ത രോഗങ്ങൾ മുഴുവൻ അതിന്റെ വിഷമങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ചിന്തിക്കാം. അള്ളാഹുവിന്റെ ആ ഖദറിലും ഖദായിലും അടിപോളത്തെ വിശ്വാസം അല്ലെ കണ്ടു തന്നെ വളരെ ഞങ്ങൾ പഠിച്ചവരാണ്. അള്ളാഹുവിന്റെ ഖദർ അത് ഖൈറാണെങ്കിലും ശർറാണെങ്കിലും പടച്ചറപ്പിൽ നിന്ന് വന്നതാണ് എന്ന് അടിപൊളിച്ച് വിശ്വസിക്കലാണ് ഈമാനിന്റെ 6ാമത്തെ കാര്യം. അതുകൊണ്ടോ എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു തആല ആ രൂപത്തിൽ നമ്മുടെ ഖൽബ് ഈമാനികമായി രക്ഷപ്പെടുത്താനും ഈമാനിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഖൽബിൽ സംശയമില്ലാതെ ഉറപ്പിച്ച് അത് രൂപത്തിൽ പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇലാ ഹദ്റത്തിൽ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.